ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടിപ്പാണ് കേട്ടോ പറയാൻ പോണത്. അതായത് നമ്മുടെ സാരി ഉടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലാവാൻ വേണ്ടിയെന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ പറയുന്നത്. സാരി ഉടുക്കുമ്പോൾ നമുക്ക് പ്ലീറ്റ്സ് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. പ്ലീറ്റ്സ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് പറയുന്നത് കേട്ടോ. അതായത് പ്ലീറ്റ്സ് നമ്മൾ വളരെ ഭംഗിയായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരാൾക്കും നമുക്ക് സാരിയിൽ സുന്ദരിയാവാൻ പറ്റും. അതുപോലെ തന്നെ ഏത് ബോഡി ലാംഗ്വേജിനും പറ്റാവുന്ന ഒരു സംഭവമാണ് കേട്ടോ സാരി എന്ന് പറയുന്നത്. അത് ഉടുക്കുന്ന രീതിക്ക് അനുസരിച്ചാണ് കേട്ടോ ഭംഗി വരുന്നത്. ഓക്കെ, നമുക്ക് ചേരുന്ന ഒരു നിറം എടുക്കുക കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ചേരുന്ന നിറം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം അത് നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലു ഉണ്ടല്ലോ, അതായത് പല്ലു എന്ന് പറയുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. മുന്താണി എന്ന് പറയും ചിലർ പറയും, പല്ലു എന്ന് പറയും. തലപ്പ് ഭാഗമില്ലേ, തെറ്റ് ഭാഗം, നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇടുന്ന ഭാഗം, അതിനെ അങ്ങനെ മുന്താണി എന്ന് പറയും ഞങ്ങളൊക്കെ, അല്ലെങ്കിൽ പല്ലു എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ പിടിക്കുന്നത്, പ്ലീറ്റ്സ് പിടിക്കുന്നതെന്നാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ തേക്കാതെ തന്നെ നമ്മൾ സാരി ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടണമെന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ സാരി തേച്ചിട്ടോ ഒന്നല്ല, ചില ആളുകൾ തേച്ചിട്ട് മാത്രമാണ് സാരി ഉടുക്കുക. പക്ഷേ നമ്മളങ്ങനെ സാരി തേക്കുകയൊന്നുമില്ല ചെയ്യാറ്. അത് ഡയറക്റ്റ് ഇതുപോലെ ഉടുക്കുകയാണ് ചെയ്യാറ്. നമ്മൾ സാരി അലക്കിയിട്ട് തോരയിട്ടതിന് ശേഷം നമ്മളത് മടക്കി വയ്ക്കും. അപ്പോൾ തന്നെ അധികം ചുളിവൊന്നും വരാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് മടക്കി വയ്ക്കും. അങ്ങനെ മടക്കി വയ്ക്കുന്നത് മാത്രമല്ലാണ്ട് നമ്മളങ്ങനെ സാരി തേക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് തേച്ചിട്ടൊന്നുമില്ലാത്ത സാരി തന്നെയാണ് നമ്മളിങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ഉടുക്കുക. നമ്മളതിങ്ങനെ സാരി പ്ലീറ്റ്സ് പിടിക്കണമെന്ന് വെച്ചാൽ കാണിച്ചു തരാം. നമ്മുടെ ഇടത്തെ ഭാഗത്തേക്ക് വരുന്നതാണ് കേട്ടോ ഈ പല്ലു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇടത്തെ ഭാഗത്തേക്ക് വരുന്ന രീതി ലെഫ്റ്റ് സൈഡിലേക്ക്, ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇട്ട ശേഷം നമുക്ക് പ്ലീറ്റ്സ് ആദ്യത്തെ എടുക്കുന്നത് ഇതേപോലെ ഇരിക്കണം. അങ്ങനെ ഇരുന്നിട്ട് രണ്ടാമത്തെ പ്ലീറ്റ്സാണ് അതിൻ്റെ മുകളിലേക്ക് മടക്കി വരേണ്ടത്. ഓക്കെ, ഇങ്ങനെ വരേണ്ടത്. ഇതിപ്പോൾ കറക്റ്റ് അളവ് പ്രകാരം ഒന്നും പിടിക്കണമെന്നില്ല കേട്ടോ. സാരി ഉടുക്കുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ്ലി ചെയ്യാവുന്നത്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ പ്ലേറ്റ്സ് ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഒന്ന് മുകളിലേക്ക് ഒന്ന് പിടിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ ഞെറിയുണ്ടല്ലോ, അത് ഒന്ന് ഏറ്റവും ഇതുവരെ ഇട്ട എല്ലാ ഞെറിനേക്കാളും ഒരു സ്വല്പം വലിപ്പം കൂട്ടിയെടുക്കണം. അതാണ് വേണ്ടത്. അങ്ങനെ എടുക്കുമ്പോഴാണ് അതിലിട്ട എല്ലാ ഞെറിയും അതിനെ കവർ ചെയ്ത് നിൽക്കുക. ഓക്കെ, പിന്നെ വല്ലാണ്ട് മെലിഞ്ഞവരാണെങ്കിൽ നമ്മൾക്ക് അത് ഏറ്റവും ലാസ്റ്റത്തെ ഞെറിയിടേക്കാളും ഇടയിൽ തൊട്ട് മുന്നത്തെ ഞെറിയുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് മുന്നത്തെ, അതായത് ഏറ്റവും ലാസ്റ്റത്തെ ഞെറിയിടേൻ്റെ തൊട്ട് മുന്നത്തെ ഞെറി അത് കുറച്ച് വലുതാക്കി എടുത്താൽ മതി. അപ്പോൾ കുറച്ച് വണ്ണമുള്ളതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ചുളിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ താഴെ വരത്തിക്കും. ഇതിന് ശേഷം നമ്മളത് ലെഫ്റ്റ് സൈഡ് ഒന്ന് കൈ ഒന്ന് പൊന്തിച്ച് പിടിച്ച ശേഷം നമ്മൾ ഡയറക്റ്റ്ലി അതിനെ മുകളിൽ നിന്ന് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്, കാണിച്ചു തരണം കേട്ടോ. ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ഇങ്ങനെ നേരിട്ട് തന്നെ പെടപെടപെടേന്ന് ചെറിയ പ്ലീറ്റ്സുകൾ എടുക്കും. ഇതാ കാണിക്കുക. ഇതുപോലെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് പ്ലീറ്റ്സുകൾ ഒന്നിച്ചെടുക്കുക ചെയ്യാറ് കേട്ടോ. ഇങ്ങനെ അടുപ്പിച്ച് കുനുകുനോന്ന് പറഞ്ഞ പോലെ നിറച്ച് പ്ലീറ്റ്സ് എടുക്കും. ഏറ്റവും ലാസ്റ്റത്തെ പ്ലീറ്റ്സ് മാത്രത്തിൽ വലുപ്പത്തിലെടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ ഒരുവിധം ഭൂരിപക്ഷം എല്ലാ ആളുകൾക്കും നല്ല ഭംഗിയാട്ടോ അത് അങ്ങനെ എടുക്കുമ്പോൾ. എന്നിട്ട് ആ ചെറിയ പ്ലീറ്റ്സുകൾ മുഴുവൻ ഇങ്ങനെ നല്ല നിവർത്തിയിട്ട് ഭംഗിയായിട്ട് വെച്ചിട്ട് പിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ മാത്രമല്ല, സാരിയിൽ കൂടുതൽ പ്ലീറ്റ്സ് വരാനായിട്ട് ചെയ്യുന്ന ഒരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. താഴ്ഭാഗത്തും നമ്മൾ ഞൊറിയിടുമല്ലോ പ്ലീറ്റ്സിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നിവർത്തി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ പ്ലീറ്റ്സ് കിടക്കണം കാണാനായിട്ട്. അടുപ്പിച്ച് തന്നെ ഇടുകയാണ് കേട്ടോ. പിന്നെ മെലിഞ്ഞവർക്ക് മാത്രം കേട്ടോ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ പ്ലീറ്റ്സ് ഇടുന്നതിനെക്കാട്ടിലും മുമ്പ് തൊട്ട് മുന്നത്തെ പ്ലീറ്റ്സ് നല്ലോണം വീതിക്ക് ബാക്കി എല്ലാ പ്ലീറ്റ്സിനെയും കവർ ചെയ്യുന്ന രീതിയിലിടുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇടുന്ന ഈ പ്ലീറ്റ്സ് മാത്രം ഒന്ന് ചെറുതാക്കി എടുക്കുക. അതേ ലെവലിൽ തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ പ്ലീറ്റ്സ് ഇടുന്ന രീതി മനസ്സിലായല്ലോ. പ്ലീറ്റ്സ് ഇടുമ്പോൾ ആദ്യത്തെ ലെയർ മാത്രം നമ്മുടെ ഇങ്ങനെ ഇതേപോലെ കിടക്കണം. ഇതുപോലെയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കൊണ്ടാണ് കേട്ടോ, ഇതുപോലെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടേണ്ടത്. നല്ല ഭംഗിയാണ് കിടക്കാനാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ താഴ്ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ നമ്മൾക്ക് നമ്മുടെ എന്താ പറയുക, ഉൾസൈഡിൽ നിന്ന് നമ്മൾ ബ്ലൗസൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ സാരിയുടെ തടം കുറയുമ്പോൾ നമുക്ക് പ്ലീറ്റ്സിൻ്റെ എന്താ പറയുക കൂടുതൽ എണ്ണം കിട്ടില്ല. അപ്പോൾ വളരെ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് നമ്മുടെ ബ്ലൗസിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളൊരു 1/4 മീറ്റർ 1 മീറ്റർ തുണി എക്സ്ട്രാ ഒന്ന് വെച്ചിട്ട് അവിടെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും താഴ്ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഇപ്പോൾ നമ്മുടെ സാരി എടുത്ത ഭാഗത്തേക്കുള്ള പ്ലീറ്റ്സ് മാത്രമല്ല പിടിച്ച് നമ്മൾ സാരിയുടെ താഴ്ഭാഗത്തേക്കുള്ള പ്ലീറ്റ്സും പിടിക്കുമല്ലോ. അപ്പോൾ അത് നമുക്ക് നല്ലോണം ഞൊറി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് സാരി ഉടുത്ത് കാണാനായിട്ട്. ഏതാളുകൾക്കാണെങ്കിലും നല്ലോണം പ്ലീറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെയാണ് ഭംഗിയുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. മുകൾ ഭാഗത്ത് മുന്താണിയുടെ ഭാഗത്ത് പ്ലീറ്റ്സ് ഇടുന്നതും താഴ്ഭാഗത്തും പ്ലീറ്റ്സ് ഒരുപാട് ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്.
അപ്പം എന്തായാലും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കും. നമ്മൾക്കങ്ങനെ സാരി ഇങ്ങനെ തേച്ച് വെക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ശരിക്കും അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയായിരിക്കും സാരി നമ്മൾ അലക്കിയിട്ട് നിവർത്തിയിട്ടിട്ട് ശേഷം നമ്മളത് ഉണങ്ങിയപ്പോൾ തന്നെ നല്ല രീതിക്ക് മടക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ചുളിച്ച് കൂട്ടി മടക്കാത്ത രീതിയിൽ മടക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ അടുത്ത ഒരുപാട് ഡ്രസ്സുകൾ കൂടി മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ അത് ഓൾറെഡി അത് തേച്ചതുപോലത്തെ ഒരു ഫിനിഷിങ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് ലാഭമാവുകയും ചെയ്തു. ഈ ഐഡിയക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ നമുക്കിത് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയും കൂടി ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ പ്ലീറ്റ്സ് പിടിക്കാറ് കേട്ടോ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൈ ഒന്ന് മുകളിലേക്ക് പൊന്തിച്ച് പിടിച്ച് പെടപെടേന്നാണ് പ്ലീറ്റ്സ് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യാറ് നമ്മൾ പ്ലീറ്റ്സ് പിടിക്കുന്നതിൽ. നമുക്ക് ഈ ട്രിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു, ബൈ.